യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന സർക്കാർ സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. ചരക്കു വിതരണ സ്ഥാപനമായ DHLന്റെ വിമാനം ലിത്വാനിയയിൽ തകർന്നു വീഴുന്നു. യൂറോപ്പിലെ 4 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രതിരോധ ഡേറ്റ കേബിളുകൾ ഉൾപ്പെടെ ബാൾട്ടിക് കടലിൽ മുറിച്ച നിലയിൽ കണ്ടെത്തുന്നു. മോൾഡോവയിലും റൊമേനിയയിലും റഷ്യൻ അനുകൂലികൾ തിരഞ്ഞെടുപ്പ് ജയിച്ചതിനു പിന്നിൽ അട്ടിമറിയുണ്ടെന്നുള്ള ആരോപണം ഉയരുന്നു. റഷ്യ യൂറോപ്പിനെതിരെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പ്രചാരണം. അവിടെ റഷ്യ ഒറ്റയ്ക്കല്ല. ബോൾട്ടിക്കിൽ കേബിളുകൾ മുറിഞ്ഞത് കണ്ടെത്തിയ മേഖലയിൽ ചൈനയുടെ കപ്പലും യൂറോപ്യൻ റഡാറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആഗോള വില്ലനായി ചിത്രീകരിക്കപ്പെട്ടു കഴിഞ്ഞ വ്ളാദിമിർ പുടിനാണ് എല്ലാ കുറ്റകൃത്യങ്ങളിലും ഒന്നാം പ്രതി. അവിടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന, രാസവളം വാങ്ങുന്ന, ഗോതമ്പ് വാങ്ങുന്ന ഇന്ത്യയും പരോക്ഷമായി പ്രതി ചേർക്കപ്പെടുകയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇന്ത്യക്കാർ അറിയാതെ നിലവിൽ വന്നോ ഇൻഡോസിനോ റഷ്യ അച്ചുതണ്ട്. റഷ്യക്കെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങളുടെ രീതി പരിശോധിക്കാം. ഇറാഖിൽ സദാം ഹുസൈനെതിരെ ഉയർന്നതും ഇതുതന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും നമ്മൾ ഇതുതന്നെ കണ്ടു. ശീതസമരകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങളുടെ 100% വരില്ല ഇപ്പോൾ റഷ്യക്കെതിരെ ഉണ്ടാകുന്നത്. അന്ന് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഫ്യൂസ് പോയാൽ പോലും സോവിയറ്റ് യൂണിയന്റെ ഇടപെടൽ എന്നൊരു സംശയം ഉയരാറുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അട്ടിമറി എടുക്കാം. ഒരാഴ്ച മുൻപ്, കൃത്യമായി പറഞ്ഞാൽ നവംബർ അവസാനം, ബാൾട്ടിക്കിൽ തകർക്കപ്പെട്ടത് 4 രാജ്യങ്ങളിലേക്ക് നേരിട്ട് വലിച്ച കേബിളുകളാണ്. യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ പവർ ഹൗസായ ജർമ്മനിക്ക് പുറമെ സ്വീഡൻ, ലിത്വാനിയ, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള കേബിളുകളാണ് വിച്ഛേദിക്കപ്പെട്ടത്. ഈ കേബിളുകളാണ് ഈ 4 രാജ്യങ്ങളെ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നത്. യൂറോപ്പിലെ സൈനിക നീക്കങ്ങളുടെ ഏകീകരണവും ഈ കേബിളുകൾ വഴിയായിരുന്നു. അവിടെ എങ്ങനെയാണ് ചൈനയുടെ കപ്പൽ ഇടപെട്ടത്? ആരോപണം ഏത് കപ്പലിനു നേരെയാണ് എന്ന് യൂറോപ്പ് ആദ്യം പുറത്തുവിട്ടിരുന്നില്ല. ചൈനയുടെ കപ്പൽ എന്നാണ് പറഞ്ഞിരുന്നത്. അത് യുദ്ധക്കപ്പലാണെന്ന് വരെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ആ ദിവസം അവിടെ ഉണ്ടായിരുന്നത് ചൈനയിൽ രജിസ്റ്റർ ചെയ്ത ഇപെങ് 3 എന്ന ചരക്കു കപ്പലാണ്. ഈ പെങ്ങിന്റെ നങ്കൂരം 100 മൈൽ അഥവാ 160 കിലോമീറ്റർ ദൂരത്തിൽ ആഴക്കടലിലൂടെ വലിച്ചിഴച്ചു എന്നാണ് ആരോപണം. ഇത് അബദ്ധമല്ലെന്നും മനഃപൂർവ്വമാണെന്നും ആരോപിക്കുന്നു. ഫിൻലൻഡിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള കേബിളും ലിത്വാനിയയിൽ നിന്ന് സ്വീഡനിലേക്കുള്ള കേബിളുമാണ് മുറിഞ്ഞത്. ഇത് യൂറോപ്പ് മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നു. സ്വീഡന്റെ നിയന്ത്രണത്തിലുള്ള സമുദ്ര അതിർത്തിയിലായിരുന്നു കേബിൾ മുറിഞ്ഞത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും കപ്പൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വിട്ടുനൽകണമെന്നും ആവശ്യപ്പെട്ട് സ്വീഡൻ ചൈനയ്ക്ക് കത്തുമയച്ചു. യൂറോപ്യൻ യൂണിയന്റെ യുദ്ധക്കപ്പലുകൾ ഇപെങ് 3യെ വളഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും യുദ്ധസമാനമായ സാഹചര്യം. റഷ്യയാണ് കേബിൾ തകർത്തത് എന്ന് ആരോപിക്കുമ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്നത് ചൈനീസ് കപ്പലാണ്. ആ കപ്പലിനെ മോസ്കോയിൽ നിന്നും സന്ദേശം കിട്ടിയെന്നാണ് ആരോപണം. ശീതയുദ്ധകാലത്ത് പോലും ഉണ്ടാകാത്തൊരു സംഭവമാണിത്. കപ്പൽ ചൈനയുടേത്. യൂറോപ്പിലെ യുദ്ധക്കപ്പലുകൾ എല്ലാം 6-7 ദിവസമായി ചൈനയുടെ ചരക്കു കപ്പലിനെ വളഞ്ഞു നിൽക്കുകയാണ്. ഈ ആരോപണം റഷ്യയ്ക്കു നേരെ കൂടിയാണ്. ഇപെങ് 3യുടെ സഞ്ചാരപഥത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. 1.5 മാസത്തിനിടെ 3 തവണയാണ് റഷ്യയുടെ അസ്റ്റ് ലുഗാ തുറമുഖത്ത് ഈ കപ്പൽ നങ്കൂരമിട്ടത്. ഇതാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയരാനുള്ള കാരണവും. ഒടുവിൽ നവംബർ 15 പുറപ്പെട്ട് സ്വീഡന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ച ശേഷം നങ്കൂരം കടലിലൂടെ വലിച്ചിഴച്ചു എന്നാണ് കണ്ടെത്തൽ. പല കപ്പലുകളുടെയും നങ്കൂരം ആഴക്കടലിലൂടെ ഇഴയുന്ന സാഹചര്യം അസാധാരണമല്ല. തുറമുഖത്തടുക്കാനുള്ള അനുമതി കാത്തു കിടക്കുമ്പോൾ കാലാവസ്ഥ മോശമാവുകയും നങ്കൂരം വലിച്ചിഴച്ച് കപ്പൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് സാധാരണവുമാണ്. ഇങ്ങനെയുള്ള പോക്കിൽ നങ്കൂരം ഉയർത്താൻ കപ്പിത്താൻ ശ്രമിക്കില്ല. നങ്കൂരം എവിടെയെങ്കിലും ഉറയ്ക്കുന്നിടത്ത് നിർത്തിയിടുക എന്ന നയമാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത്. നങ്കൂരം ഇളകി 100 മൈലൊക്കെ ഓളങ്ങളിൽ പോകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ആകെ സംശയം യൂറോപ്പ് ആരോപിക്കുന്നത് പോലെ നങ്കൂരം താഴ്ത്തിയിട്ട് മനഃപൂർവ്വം കപ്പൽ ഓടിച്ചോ എന്നതിൽ മാത്രമാണ്. അങ്ങനെ ഓടിച്ചത് കപ്പൽ പുറപ്പെട്ട റഷ്യൻ തീരത്തു നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരമാണോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ചൈനീസ് കപ്പലിനെതിരെ ഉയർത്തിയ ആരോപണം തന്നെയാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. മോൾഡോവയിലെ ഹിതപരിശോധന അട്ടിമറിച്ചു എന്നായിരുന്നു ആദ്യത്തെ ആരോപണം.
തിരഞ്ഞെടുപ്പ് നടന്നത് റഷ്യയിലല്ല, മോൾഡോവയിലാണ്. അവിടെ 50% ജനത റഷ്യക്കൊപ്പം തുടരാൻ വോട്ട് ചെയ്തെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ. ഇത് റഷ്യ അട്ടിമറിച്ചതാണ് എന്ന് ഭരണപക്ഷം ആരോപിച്ചു. പിന്നാലെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നു. അപ്പോൾ യൂറോപ്പ് അനുകൂലികൾ ജയിച്ചു. ഇതിനല്ലേ അട്ടിമറി എന്ന് പറയുന്നത്? അത് യൂറോപ്പിന് അനുകൂലമായല്ലേ ആത്യന്തികമായി സംഭവിച്ചതും? റൊമേനിയയിൽ ഒരു പ്രവചനത്തിലും പറയാതിരുന്നതാണ് കോളിൻ ജോർജസ്ക്യൂവിന്റെ ജയം. തീവ്ര വലതുപക്ഷക്കാരനാണ് ജോർജസ്ക്യൂ. അവിടെ ഭരണം സോഷ്യൽ ഡെമോക്രാറ്റുകളുടെയും ഇടതുപക്ഷത്തിന്റെയും സഖ്യത്തിനാണ്. റൊമേനിയയിൽ ഇടതുപക്ഷമല്ല റഷ്യക്കൊപ്പം നിൽക്കുന്നത്. അവിടെ ജോർജസ്ക്യൂവിന്റെ വലതുപക്ഷമാണ്. ആ വലതുപക്ഷമാണ് ആദ്യ റൗണ്ട് ജയിച്ചു നിൽക്കുന്നത്. ഇതുവരെ ഇടതുപക്ഷം റഷ്യയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്നായിരുന്നു യൂറോപ്പിലെങ്കും ഉണ്ടായിരുന്ന ആരോപണം. ഇവിടെ മാത്രം വലതുപക്ഷമാകുന്നു. ഒരു കാര്യം വ്യക്തമാണ്, യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒപ്പം നിൽക്കാത്തവരെ എല്ലാം വേട്ടയാടുകയാണ്. ഇപ്പോൾ റഷ്യയുടെ എണ്ണത്തിൽ 30% വാങ്ങുന്ന ഇന്ത്യയും യൂറോപ്പിന്റെ ശത്രുപക്ഷത്താണ്. റഷ്യക്കെതിരായ ഇപ്പോഴത്തെ നീക്കം ഒരു യുദ്ധ മുന്നൊരുക്കത്തിൽ കുറഞ്ഞൊന്നുമല്ല. അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ റഷ്യ ഒറ്റയ്ക്കാവില്ല. ഇപ്പോൾ യൂറോപ്പ് വളഞ്ഞു വച്ചിരിക്കുന്ന കപ്പലിന്റെ പതാക അത് ചൈനയുടേതാണ്. റഷ്യക്കൊപ്പം ചൈനയും ഉണ്ടാകും അങ്ങനെ ഒരു യുദ്ധത്തിന്. സൈനിക ശക്തിയിൽ ലോകത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും രാജ്യങ്ങളായ റഷ്യയും ചൈനയും ചേർന്നാൽ അതിനെയാണ് ഡെഡ്ലി കോംബോ എന്ന് വിളിക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.